ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു നമ്മി റെസിപ്പീസ്. എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ്. മുരിങ്ങക്ക ചേർത്തുള്ള ഒഴിച്ചുകറിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. രണ്ട് മുരിങ്ങക്ക ഇതുപോലെ സ്കിന്നൊക്കെ ക്ലീൻ ചെയ്ത് പീസാക്കി എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പും മഞ്ഞളും കൂടെ ചേർത്തിട്ട് ഒരു 10-15 മിനിറ്റ് അത് കുക്ക് ചെയ്യുക. മുരിങ്ങയ്ക്ക മാത്രം ഇട്ടാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. നിങ്ങൾക്ക് വെള്ളരിക്ക മാത്രം ഇട്ട് ചെയ്യാം, മുരിങ്ങയ്ക്കായും വെള്ളരിക്കായും കൂടെ ചേർത്ത് ചെയ്യാം, അല്ലെങ്കിൽ തക്കാളി മാത്രം ഇട്ട് ചെയ്യാം, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പിന്നെ മുരിങ്ങയ്ക്കായും ചക്കക്കുരുവും കൂടി ഇട്ട് ചെയ്യാം. അങ്ങനെ പല രീതിയിൽ ചെയ്യാറുണ്ട്. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ ഇല്ല, അതിലും ഇച്ചിരി കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും ചേർത്തു. എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇനി അടച്ചു വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം. ഇനി അരച്ചെടുക്കാനുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഒരു 3/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ചെറിയ ബൗളിലേക്ക് ഇട്ട് അതിലേക്കൊരു 2 പിഞ്ച് ജീരകം, പിന്നെ 1-2 ചെറിയ ഉള്ളി അരിഞ്ഞത്, പിന്നെ പച്ചമുളക് 1.5 പച്ചമുളക് മതിയാവും. ഇത്രയും ചേർത്ത് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കുക. ഇനി വേണ്ടത് തൈരാണ്. 1.5 കപ്പ് തൈര് ഞാൻ എടുക്കുന്നുണ്ട്. മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്ത് വെക്കുക, കട്ടയൊക്കെ ഒന്ന് മാറാൻ വേണ്ടി. തേങ്ങ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കുക. ഇനി മുരിങ്ങയ്ക്ക കുക്കാവുമ്പോഴത്തേക്ക് നമുക്ക് ഈ തേങ്ങ അതിലോട്ട് ചേർത്ത് കൊടുക്കാം. മുരിങ്ങയ്ക്ക ഇപ്പോൾ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ച അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലാക്കി തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കുക. തേങ്ങ ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് അടിച്ചു വെച്ചിരിക്കുന്ന തൈരും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. തൈര് ചേർത്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ചൂടായാൽ മതി, തിളപ്പിക്കേണ്ട ആവശ്യമില്ല. തിളച്ചാൽ ഇത് പിരിഞ്ഞു പോകും, പിന്നെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാകത്തില്ല. അതുകൊണ്ട് തൈര് ചേർത്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ചൂടായാൽ മതി, തിളപ്പിക്കേണ്ട. മിക്സിയുടെ ബൗളിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചൊന്ന് കറക്കി ഇതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക. ഈ കറി തേങ്ങ മാത്രം ചേർത്ത് വെക്കാം, തേങ്ങയും തൈരും കൂടെ ചേർത്ത് വെക്കാം ഇപ്പം ചെയ്തതുപോലെ. പിന്നെ തൈര് മാത്രം ചേർത്തും വയ്ക്കാം. തേങ്ങ മാത്രം ചേർക്കുമ്പോൾ പുളിക്ക് വേണ്ടി നമ്മൾ പിഴുപുളി പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം ചേർക്കും. ഞാൻ ഈ രീതിയിലാണ് മിക്കപ്പോഴും പ്രിപ്പയർ ചെയ്യാറുള്ളത്. തൈര് ചേർത്ത് വെക്കുമ്പോഴാണ് ഏറ്റവും ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ കറി ഏകദേശം റെഡിയായി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. എന്നിട്ട് ഇതിലേക്ക് താളിച്ചൊഴിക്കാം. ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കി കടുക് പൊട്ടിക്കുക. അതിലേക്ക് ഉള്ളി അരിഞ്ഞത് ചേർത്ത് ഒന്ന് ഫ്രൈ ആയി വരുമ്പം വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് മൂപ്പിച്ച് അത് നമ്മുടെ കറിയുടെ മുകളിലേക്ക് ഒഴിച്ച്
മിക്സ് ചെയ്ത് വെക്കുക. ഒരു 5 മിനിറ്റ് അടച്ച് വയ്ക്കുക, അതിൻ്റെ ഫ്ലേവറൊക്കെ കറിയിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു മുളക് കറിയുടെ കൂടെ ഈ കറി നിങ്ങൾക്ക് സെർവ് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ഒഴിച്ചുകറി റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം.